വണക്കം മക്കളെ, സൗഖ്യമർക്ക്. മാവേലി വരുന്നേ, മാവേലി വരുന്നേ, മാവേലി വരാൻ പോവുക. മാവേലി നമ്മുടെ ഓണമൊക്കെ അടുത്തല്ലോ അല്ലേ? അപ്പോൾ ഇന്നലെ ഒരു വാർത്ത, നമ്മുടെ പണ്ടക്കാലത്ത് ഈ ഓണം വരുമ്പം എന്തൊക്കെയാണ് മത്സരങ്ങൾ? വടംവലി, ഊഞ്ഞാലാട്ടം, അത്തപ്പൂ മത്സരം, പിന്നെന്താ കബഡി കളി, പന്ത് കളി, ഇതൊക്കെയാണ് പണ്ടുള്ള മത്സരങ്ങൾ. എന്നാൽ ഈ കാലഘട്ടത്ത് മാവേലി വാണകാലത്താണ് ആ കളികളല്ല. നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് മത്സരം? 2 കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ മത്സരം വെച്ച എന്താണ്? ആരാണ് ആദ്യം മദ്യം കൂടുതൽ കഴിക്കും? നീ കുടിക്കുമോ ഞാൻ കുടിക്കുമോ? പറയാനും പറ്റുമോ? ആ കാലഘട്ടമാണ് നമ്മളിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. മദ്യം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമോ മനുഷ്യനെ? പാതാളത്തിൽ ആക്കിടും മനുഷ്യ നിൻ മദ്യം. മദ്യം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, വീട്ടിൽ വേണമെങ്കിലും വരും. നമ്മൾ പണ്ടൊക്കെ ചായക്കടകൾ അവിടെ ജംഗ്ഷനിൽ 5, 6, 7 കാണും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഏത് ജംഗ്ഷനിൽ നോക്കിയാലും വിദേശ മദ്യം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇപ്പോൾ. പറയാനുള്ളത് കാര്യം, യഥാർത്ഥത്തിൽ കുട്ടികൾ മദ്യപിക്കാൻ സമ്മതിക്കരുത്. ഇങ്ങനൊരു മത്സരം വെച്ച് ഒരു കുട്ടി മയങ്ങി വിടുന്നു എന്നൊരു വാർത്ത വന്നില്ലേ? ഇതൊക്കെ തെറ്റ്. ഈ ഓണക്കാലത്ത് ബോൾ കളിയോ പന്ത് കളിയോ അല്ലെങ്കിൽ അത്തപ്പൂ മത്സരം, ഇതൊക്കെയാണ് കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ചെയ്യാതെ നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ് ഇതിനെ അനുകൂലിക്കുന്നത്. ലഹരിമുക്ത കേരളം, മദ്യം കൊണ്ട് നിറഞ്ഞ കേരളം, എന്തു പറയാൻ? ഇതാണോ ശരി? ഇത് ശരിയല്ല. പൊന്നു നേതാക്കന്മാരെ, നിങ്ങൾ തന്നെ കാണുന്നില്ലേ നിങ്ങളുടെ കൊച്ചുമക്കളെ പറ്റിയൊക്കെ? നിങ്ങളുടെ കൊച്ചുമക്കളും ഇപ്പോൾ ഇത് തന്നെ സ്ഥിതി. എവിടെ ചെന്നാലും അവർ മദ്യം കഴിക്കുന്നു, ധാരാളമായി മദ്യം കുടിക്കുന്നു. നമ്മൾ അവിടെ ഓരോ ജംഗ്ഷനിൽ ഇറങ്ങി ഒരു യാത്ര പോകുമ്പോൾ തന്നെ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി ഒരു ചായ കുടിക്കാം. ശരി, ചായ കുടിച്ചു, സന്തോഷമായി, ഉന്മേഷവും വന്നു. വീണ്ടും ബസ് കയറി യാത്ര ചെയ്തു, അടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാം. അത് ഈ കാലമല്ല, പഴയ കാലം. എന്നാൽ ഈ കാലത്ത് വിദേശ മദ്യ ഷോപ്പ് കണ്ടു, സന്തോഷമായി. അവിടെ കയറി ഒരു ബഗ്ഗടിച്ചു, 75 100 രൂപ കൊടുത്തിട്ട് ബഗ്ഗടിച്ചു. വീണ്ടും ബസ്സിൽ വരുന്നു. അപ്പം തന്നെ ഏതാണ്ട് ചെറിയൊരു കൃക്കം വയ്ക്കും. അടുത്ത് വീണ്ടും യാത്ര ചെയ്ത് അടുത്ത് പോകുമ്പോൾ അവിടെയും കാണുന്നു വിദേശ മദ്യ ഷോപ്പ്, ബാർ. അവിടെയും കയറി വല്ലതും വാങ്ങിച്ച് കഴിച്ചു, വീണ്ടും കൂടുതൽ കഴിച്ചു. എന്ത് സംഭവിച്ചു? പുറകെ കൂടെ ഫിറ്റായി ആയല്ലോ. അടുത്ത് വീണ്ടും ചെല്ലുന്നു, വീണ്ടും മദ്യപിക്കുന്നു. തിരിച്ചുവരുമ്പം അയ്യോ പോയേ, എല്ലാം പോയേ, കയ്യിലിരുന്ന കാശ് മൊത്തം പോയേ, അയ്യോ പോയേ, എല്ലാം പോയേ, കയ്യിലിരുന്ന കാശ് മൊത്തം പോയി. അടിച്ച് ഫിറ്റായി. ഇനി എങ്ങനെ എൻ്റെ ആവശ്യങ്ങൾ നടത്താൻ കഴിയും? കാശുമില്ല, നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ. സാർ, എനിക്ക് അപ്പുറത്തെ ആ വിജയകുമാറിൻ്റെ വീടൊന്ന് കാണിച്ചു തരാമോ? ഞാൻ ഇത്തിരി ഫിറ്റായി പോയി. എനിക്കതുകൊണ്ട് ആ വിജയകുമാറിൻ്റെ വീടിന് എനിക്കൊന്ന് കൊണ്ടുവിടാം സാറേ. അപ്പോൾ ആ പോലീസുകാരൻ പറയും, നിന്നെ വിജയകുമാർ സാറിൻ്റെ വീട്ടിലല്ല ഞാൻ വിടുന്നത്, വാ, നിന്നെ ഞാൻ അകത്തു കൊണ്ടിടാം. വല്ല വയ്യാവലിക്ക് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ ഇവർ ജീവിച്ച് പഠിച്ച് വലുതാകും നല്ലൊരു മദ്യപാനിയായി മാറുകയാണ്. കുടുംബങ്ങൾ നശിക്കും, ഉള്ള ആസ്തികളെല്ലാം നശിക്കും, ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പൊന്നു സർക്കാരെ, ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ലഹരി മുക്ത കേരളം നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും, പക്ഷെ ഇപ്പം ലഹരി ഫുൾ കേരളം എന്നേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് പൊന്നു സർക്കാരെ
നിങ്ങൾ ഈ സമ്പ്രദായം നിർത്തുകയോ അല്ല ഇതില്ലാതാക്കി കളയുകയോ ചെയ്യുക. നമ്മുടെ കുട്ടികളും നമ്മുടെ ജനങ്ങളും നന്നായിരിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും മദ്യപിക്കാൻ പോകരുത്. കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. വീണ്ടും സന്ധിപ്പും വണക്കം. ഓക്കെ, താങ്ക് യു.